ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊക്കെ വീട്ടിൽ ശല്യക്കാരായിട്ടുള്ള ഒന്നാണല്ലോ പല്ലിയും പാറ്റയൊക്കെ അല്ലേ, അതുപോലെ എട്ടുകാലി. അപ്പോൾ വീടിൻ്റെ പുറത്തൊക്കെ ആയാലും എലിയുടെയൊക്കെ ശല്യം ഉണ്ടാവില്ല. അപ്പോൾ ഇവരെയൊക്കെ ഓടിക്കാനായിട്ടുള്ള ഒരു കിടിലൻ ടിപ്പുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു സവോളയാണ് കേട്ടോ. അപ്പോൾ ഈ സവോള നമുക്കൊന്ന് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് സവോള ഒരുപാട് നല്ല ഫ്രഷ് ആയിട്ടുള്ള സവോളയൊന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെറിയ കേടൊക്കെ വന്ന സവോള ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്താലും മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഇത് അപ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഇത് നന്നായിട്ടൊന്ന് ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ചപ്പോൾ മിക്സിയുടെ ജാറിൻ്റെ അടപ്പിലൊക്കെ ഇങ്ങനെ പറ്റിയിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ച് മാറ്റാം. ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സബോളയുടെ നീരൊക്കെ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ ഫുള്ള് നന്നായിട്ടൊന്ന് അരിച്ച് അതിൻ്റെ ആ വെള്ളമെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാരസെറ്റാമോളിൻ്റെ ടാബ്ലറ്റാണ്. അപ്പം ഡേറ്റ് കഴിഞ്ഞ ടാബ്ലറ്റൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു ടാബ്ലറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഈ സബോളയുടെ നീരിലേക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഞാനിവിടെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡെറ്റോളാണ്. അപ്പോൾ ഒരു 1/4 മൂടി ഡെറ്റോളും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഡെറ്റോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മൾ ലൈസോളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ലൈസോൾ ഉണ്ടെങ്കിൽ അതും കുറച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കാം. സ്പ്രേ ബോട്ടിലോ ഇതുപോലെ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിലൊഴിച്ച് കൊടുത്താലും മതി. ഇതൊന്നും ഇല്ലെങ്കിൽ സാധാരണ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ ജ്യൂസൊക്കെ വാങ്ങിക്കുന്ന കുപ്പിയൊക്കെ ഉണ്ടാവില്ല അല്ലേ, അപ്പോൾ അതിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ അടപ്പിനൊക്കെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലും ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തുടച്ച് വിടുകയാണെങ്കിൽ രാത്രി സമയത്തൊക്കെ പാറ്റയോ പല്ലിയോ ഒക്കെ കിച്ചണിലേക്ക് ഇറങ്ങി വരുന്നതൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്തിടുകയാണെങ്കിൽ തുടച്ച് വിടേണ്ട ആവശ്യമൊന്നും രാത്രി സമയത്തൊക്കെ പാറ്റയോ പല്ലിയൊക്കെ ഇറങ്ങി വരികയാണ്, അവർ നക്കി കുടിച്ചിട്ട് പൊക്കോളും. പിന്നെ അവർ ചത്തു പൊക്കോളും. പിന്നെ ആ ഭാഗത്തേക്ക് അവരുടെ ശല്യം ഉണ്ടാവത്തില്ല. അതുപോലെ നമ്മൾ രാത്രി ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കിച്ചൺ സിങ്ക് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ സിങ്കിലും ഇതുപോലെ തന്നെ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. കിച്ചൺ സിങ്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ വാഷ് ബേസിൻ അതിനകത്തും വീട്ടിനുള്ളിൽ ബാത്റൂമിൻ്റെ സ്ലീവിലും ഒക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. രാത്രിയിൽ ഈ കിച്ചൺ സിങ്കിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പുറത്തേക്ക് പാറ്റയോ പല്ലിയോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അവരെയൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും കേട്ടോ ഇതുകൊണ്ട്. അതുപോലെ വീടിൻ്റെ പുറത്ത് എലിയുടെയും പെരിച്ചാഴിയുടെയൊക്കെ ശല്യമുള്ള ഭാഗത്തൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഒരു പാത്രത്തിലൊക്കെ ഇത് വെച്ച് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർ വന്ന് ഇത് കുടിച്ചിട്ട് പൊക്കോളും. പിന്നെ അവർ ചത്തു പൊക്കോളും. ഈ പാരസെറ്റാമോളും ഡെറ്റോളൊക്കെ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് പിന്നെ അവരുടെ ശല്യം ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പം പാറ്റയും പല്ലിയും എലിയും പെരിച്ചാഴിയൊക്കെ ഓടിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.